ഇഫ്താറിന് പറ്റിയ മുട്ട വെച്ചുള്ള ഒരു നല്ല റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വേണ്ടിയ മസാല, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഞാൻ കബാബ് മസാല ഉണ്ടായിരുന്നു, കബാബ് മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇവയിലോട്ട് നമ്മൾ അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ കട്ടി കൂടാനും പാടില്ല, കൂടുതൽ വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ ഒരു എണ്ണയിലിടുന്ന ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ആക്കിയിട്ടെടുക്കാം. ഞാൻ ആദ്യം മൈദ ഇട്ടിട്ടാകുമ്പോൾക്ക് മൈദ കൂടിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം വീത്തിയിട്ട് ഞാൻ ആ ഒരു ടെക്സ്ചർ ആക്കിയിട്ട് എടുത്തത്. ഞാൻ ബേയിലോട്ടും കുറച്ച് മൈദ ഇട്ടിട്ട് മിക്സാക്കി. എന്നിട്ട് അതിലേക്ക് മുട്ട ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എണ്ണയ്ക്ക് നേരെ ഇട്ടിട്ട് നമുക്ക് കാച്ചിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചാക്കിനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുട്ട ഉള്ളിയെല്ലാം എടുത്തിട്ട് കൂടുതലാക്കാം. അപ്പോൾ എണ്ണയിലിടുമ്പോൾ നമ്മൾ ഒരു ബ്രൗണിഷ് കളറാവാൻ അതിലേക്കൊരു കളറ് വരുന്നോളം വേവോളം നമ്മൾ അടുപ്പിൽ നേരെ ഇട്ടിട്ട് ബേക്കണോ, കാച്ചണോ. എന്നിട്ട് നമ്മൾ ബേക്കത്തില്ല. നമുക്ക് ഇങ്ങനെ അപ്പം കിട്ടീനി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഈസി ആയിട്ട് ആക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. താങ്ക് യു.